ഗോൾഡൻ സീഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അച്ചാറിടാൻ വേണ്ടി നമ്മുടെ വീട്ടിലുണ്ടായ ഇരുമ്പം പുളി, ചെമ്മീൻ പുളി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ഇരുമ്പം പുളി എന്ന് പറയാറുണ്ട്, ചെമ്മീൻ പുളി എന്നും പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, 2-3 ഓളം മരത്തിൽ ഈ സംഭവം നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് പിച്ചിയെടുത്ത് അച്ചാറിടാൻ വേണ്ടി അരിയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാനും ഉമ്മായും കൂടാണ് ഇത് പിച്ചുന്നത്. അങ്ങനെ ചെയ്യേണ്ട നമ്മൾ വേറൊരു മരത്തിൽ ഇഷ്ടം പോലെ പിടിച്ച് പോകുന്നുണ്ട്, താഴെ വീണ് ചുമ്മാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ ഇത് പിച്ചി ഒന്ന് അച്ചാറിടാമെന്ന്. നമ്മുടെ വീടിന് തൊട്ട് സൈഡിലുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ പറമ്പിനകത്തുള്ള. അപ്പോൾ നമ്മളതെല്ലാം കുത്തിയിട്ട് വലിയൊരു മരമാണ്. അപ്പോൾ ആ മരത്തിൽ നിന്ന് എല്ലാം കൂടെ കുത്തിയിടുകയാണ്. കുത്തി റെഡിയാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവം നല്ല കഴുകി വൃത്തിയാക്കണം. ഇതിനൊരു പൊടിയും ഒരു കൈക്കൊരു ഇത് കഴുകുന്ന സമയത്ത് കയ്യിലൊരു പശപ്പ് പോലെ ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3-4 പ്രാവശ്യം കഴുകണം, എങ്കിലേ അതിൻ്റെ പൂവുണ്ട്, അതിൻ്റെ ആ പൂവ് പോകത്തുള്ളൂ. ഒരു ചുവപ്പ് കളറുള്ള പൂവ്, പിന്നെ കൈക്കൊരു പശപ്പുണ്ടാവും ഇത് കഴുകുമ്പോഴത്തേക്ക്. അങ്ങനെ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അരിയണം. അപ്പോൾ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കണ്ടോ, ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഉമ്മയാണ് ഇതിന് അരിയുന്നത്. ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ടാണ് അരിയുന്നത്. കണ്ടോ, ഏകദേശം എല്ലാം അരിഞ്ഞ് ഇത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചാലൊന്നും നമുക്ക് ഒരുപാടൊന്നും കിട്ടത്തൊന്നുമില്ല, ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. അത് വേറൊരു കാര്യം. കണ്ടോ, ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ നമ്മൾ എല്ലാം കൂടി ഇട്ട് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ, അത് ഇളക്കാൻ ഇച്ചിരി വലിയ പാത്രം വേണമായിരുന്നു. എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഉപ്പും മഞ്ഞളും കൂട്ടി അരിഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഈ കാണുന്നത്. 2 ദിവസം വരെ, അത് കഴിഞ്ഞുള്ള ദിവസം സ്റ്റേജാണിത് കാണുന്നത്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇത് ലാസ്റ്റ് ദിവസം അത്രയും നമ്മൾ റെഡിയാക്കിയിട്ടും കിട്ടിയതാണ്ടായത്. ഇനി ഇതിൻ്റെ അച്ചാറിടുന്ന വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.